CPM രാഷ്ട്രീയത്തിൽ വിവാദങ്ങൾക്ക് വഴിവെച്ച കത്തിലെ നായകനായ ചെന്നൈയിലെ വ്യവസായി മുഹമ്മദ് ഷർഷാദ് ഒടുവിൽ അറസ്റ്റിലായിരിക്കുന്നു. സാമ്പത്തിക തട്ടിപ്പു കേസിലാണ് എറണാകുളം ടൗൺ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. 40 ലക്ഷം രൂപ തട്ടിച്ചു എന്ന കൊച്ചി സ്വദേശികളുടെ പരാതിയിലാണ് പോലീസ് നടപടി. എന്നാൽ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾക്ക് പിന്നിൽ ഷർഷാദ് ഉയർത്തിയ ആരോപണങ്ങൾക്കും പങ്കുണ്ടെന്ന് വ്യക്തമാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മകനുമെതിരെ ഇയാൾ ആരോപണം ഉന്നയിച്ചിരുന്നു. പരാതിയായി CPM പോളിറ്റ് ബ്യൂറോയ്ക്ക് കത്തയച്ചു. ഇത് വിവാദമായിരുന്നു. ഇതിനുശേഷമാണ് ഷർഷാദിനെതിരെ പരാതി എത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഓഗസ്റ്റ് മാസത്തിലാണ് MV ഗോവിന്ദനും മകനുമെതിരെ ഷർഷാദ് കത്തയച്ച വിവരം പുറത്തുവന്നത്. ഈ ആരോപണത്തിൽ ഒരു വശത്ത് CPMന്റെ ലണ്ടനിലെ ദല്ലാളും ഉൾപ്പെട്ടിരുന്നു. ഈ വിഷയം മാധ്യമങ്ങളിൽ ചർച്ചയായതിന് പിന്നാലെയാണ് പുതിയ കേസ് മുഹമ്മദ് ഷർഷാദിനെതിരെ എടുത്തത്. ഈ മാസം 16-ാം തീയതിയാണ് എറണാകുളം ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2023-ൽ പണം വ്യവസായ ആവശ്യത്തിന് നിക്ഷേപിച്ചാൽ ഉയർന്ന റിട്ടേൺ വാഗ്ദാനം ചെയ്ത് കബളിപ്പിച്ചു എന്ന പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. 2 പേരാണ് പരാതി നൽകിയിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ 316, 318 1, 318 3, 318 4, 61 2, 35 വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ജാമ്യമില്ല വകുപ്പുകളാണ് ഇവ. എറണാകുളം സ്വദേശികളായ രാകേഷ് മാധവ്, സാജു KP എന്നിവരാണ് പരാതി നൽകിയത്. ഷർഷാദ് സഹസ്ഥാപകനും CEO-യും ആയുള്ള പെൻഡ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ പണം നിക്ഷേപിച്ചാൽ 24% വാർഷിക റിട്ടേണും 5% വാർഷിക ലാഭവും 5% ഷെയറും നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 24 ലക്ഷം രൂപയും ഭാര്യയുടെ അക്കൗണ്ടിൽ നിന്നും 6 ലക്ഷം രൂപയും വാങ്ങിയെടുത്തു. ഇതിനുശേഷം ലാഭവിഹിതമോ ഷെയറോ വാങ്ങിയ തുകയോ തിരിച്ചു നൽകാതെ വിശ്വാസവഞ്ചന കാണിച്ചു എന്നാണ് രാകേഷ് മാധവ് നൽകിയ പരാതിയിൽ FIR-ൽ പറയുന്നത്. സാജു KP പരാതിക്കാരനായ കേസിൽ സമാനമായ വിധത്തിൽ 10 ലക്ഷം വാങ്ങിയെന്നാണ് FIR-ൽ പറയുന്നത്. അതേസമയം ഇരുവരുമായി സാമ്പത്തിക ഇടപാടും നടത്തിയിട്ടുണ്ടെന്നും പണം നൽകിയിട്ടുണ്ടെന്നുമാണ് ഷർഷാദിനോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഉയർന്നത് വ്യാജ പരാതിയാണെന്നും അവർ വാദിക്കുന്നു. ഇപ്പോഴത്തെ പരാതിക്കും കേസിനും പിന്നിൽ രാഷ്ട്രീയ താൽപര്യങ്ങളാണെന്നും ഇവർ വാദിക്കുന്നു. 2023-ൽ സാമ്പത്തിക ഇടപാടിലെ പരാതി ഒക്ടോബർ മാസത്തിൽ രജിസ്റ്റർ ചെയ്തതും പോലീസ് നടപടികളും MV ഗോവിന്ദന്റെ മകനും ലണ്ടനിലെ ദല്ലാളിനുമെതിരെ രംഗത്ത് വന്നതിന്റെ പ്രതികാരമാണെന്നാണ് ഉയരുന്ന ആരോപണം. CPM നേതാക്കളുടെ സാമ്പത്തിക ഇടപാട് പരാമർശിച്ച് പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതി കത്ത് ചോർന്നതാണ് മുൻപ് വിവാദമായത്. കത്ത് ചോർത്തിയത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്ത് എന്ന് സംശയിക്കുന്നതായി പരാതിക്കാരനായ ഷർഷാദ് ആരോപിച്ചിരുന്നു. സാമ്പത്തിക ഇടപാടുകളിൽ ഇടനില നിന്ന ലണ്ടനിലെ ദല്ലാളിനെതിരെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി തഴയപ്പെട്ടെന്നും ഇടപെട്ടത് P ശശിയെന്നും ഷർഷാദ് പറഞ്ഞിരുന്നു. പാർട്ടി അംഗമായ ലണ്ടനിലെ ദല്ലാളിനായി ഇടനില നിന്നുവെന്നും പരാതിയിൽ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ലണ്ടൻ പ്രതിനിധി എന്ന നിലയിൽ മധുരയിലെ പാർട്ടി കോൺഗ്രസിനെത്തിയ ദല്ലാളിനെ പരാതിയെ തുടർന്ന് തിരിച്ചയക്കുകയും ചെയ്തിരുന്നു. ലണ്ടൻ പ്രതിനിധി ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ മാനനഷ്ട കേസിൽ ഈ രേഖയും ചേർത്തതോടെയാണ് വിവാദം മുറുകിയത്. PBക്ക് കിട്ടിയ രഹസ്യരേഖ ചോർന്നതെങ്ങനെ, ആര് ചോർത്തി, പരാതി എന്തിന് മാനനഷ്ട കേസിനൊപ്പം രേഖയാക്കി തുടങ്ങിയ ചോദ്യങ്ങളാണ് അന്ന് ഷർഷാദ് ഉയർത്തിയത്. കത്ത് ചോർത്തിയത് MV ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്ത് ആണെന്ന് സംശയിക്കുന്നുവെന്നും ഷർഷാദ് ആരോപിച്ചു. ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇപ്പോഴത്തെ പരാതിയും കേസും CPM രാഷ്ട്രീയത്തിൽ തലവേദന ഉണ്ടാക്കിയതിന്റെ നിക്ഷേപ തട്ടിപ്പു കേസെന്നാണ് ഉയരുന്ന ആരോപണം. സമീപകാലത്ത് CPMന് തലവേദന ഉണ്ടാക്കിയവർക്കെതിരെ പോലീസിനെ ഉപയോഗിച്ച് സർക്കാർ നേരിടുന്നു എന്ന ആക്ഷേപം ശക്തമായിരുന്നു. ആ നിലയിലാണ് ഷർഷാദിന്റെ കേസും ചർച്ചയാകുന്നത്.